Dear children, we can go to the lesson explanation of chapter 23 Pochampally. In this chapter, we are studying about Pochampally cloths. This Pochampally is a town of Telangana, the state Telangana, and most of the families in this town are weavers. So, the name of the cloth is Pochampally. Because of these sarees or these clothes, this Pochampally town become famous. And next is about the steps the weavers used to make this sarees or clothes. And then we will study about some handicrafts of India or some famous paintings, designs of India. നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് പോച്ചാമ്പള്ളി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത്സ്. അതിന് കാരണം തെലങ്കാനയിലെ പോച്ചാമ്പള്ളി എന്ന് പറയുന്ന ടൗണിൽ ഉണ്ടാക്കുന്ന സാരീസ് അല്ലെങ്കിൽ സിൽക്സ് ആയതുകൊണ്ട് ഇതിന് പോച്ചാമ്പള്ളി സിൽക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പോച്ചാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ ആൾക്കാരും വീവേഴ്സാണ്, നെയ്ത്തുകാരാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന അവർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ഈ സാരീസ് ഉണ്ടാക്കുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വാങ്ങിക്കുന്ന സാരി എത്തും. പിന്നെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കുന്ന കുറേ സാരീസും ഡ്രസ്സസും പിന്നെ വുഡ് ക്രാവിങ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നുണ്ട്. ഓരോന്ന് പറയുന്നുണ്ട്, അത് മനസ്സിലാവും. ഓക്കെ. And this Pochampally town is in Telangana. You can hear Telangana in the map. This is a picture map of India. From the map you may find Telangana here. Telangana. So Pochampally is a town of Telangana. Now we can go to our lesson. Vani and Prasad live in the village called Muktapur. വാണിയും പ്രസാദും താമസിക്കുന്നത് മുക്താപൂർ എന്ന വില്ലേജിലാണ്. Their home is always filled with bundles of bright colored threads. എപ്പോൾ നോക്കിയാലും അവരുടെ വീട്ടിൽ ബണ്ടിൽസ് ഓഫ് കെട്ടായിട്ട് ബ്രൈറ്റ് കളേർഡ് ത്രെഡ്സ്, നല്ല കളർഫുൾ അല്ല, നല്ല കളർഫുള്ളായിട്ടുള്ള ത്രെഡ്സ് ആണ്. ത്രെഡ്സ് മീൻസ് നൂലുകളാണ്. Their mother and father and everyone else in the family are weavers. The family members of Vani and Prasad are weavers. The weaving that they do is very beautiful and special. Their weaving is very special. That means all the members of Vani and Prasad's family are weavers. They weave the clothes very beautifully. Muktapur village is in Pochampally town of Telangana. So Muktapur, Vani and Prasad live in the village called Muktapur. Thus Muktapur village is in Pochampally town or Mandal. It's the name of that place, Pochampally town. Then another name for Pochampally town is Mandal of Telangana. Okay. ഇത് വാണിയും പ്രസാദും മുക്താപൂർ വില്ലേജിൽ ആണ് താമസിക്കുന്നത്. അത് പോച്ചാമ്പള്ളി ടൗണിലാണ്, തെലങ്കാന ഡിസ്ട്രിക്റ്റാണ്. അവരുടെ പാരൻസ് വീവേഴ്സാണ്. ഓക്കെ. ദെൻ ഡു യു നോ ഹൂ ഈസ് എ വീവർ? എ പേഴ്സൺ ഹൂ മേക്സ് ക്ലോത്ത്സ് ഫ്രം ത്രെഡ്സ്. നൂലിൽ നിന്ന് ഡ്രസ്സ് ഉണ്ടാക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വീവേഴ്സ്. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞത്? മുക്താപൂർ വില്ലേജ് ഈസ് ഇൻ പോച്ചാമ്പള്ളി ടൗൺ ഓഫ് തെലങ്കാന. മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ഇൻ ദിസ് ടൗൺ ആർ വീവേഴ്സ്. ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് ആർ വീവേഴ്സ്. അവിടെയുള്ള ഏകദേശം എല്ലാ ആൾക്കാരും വീവേഴ്സാണ്. ദെൻ ഹു ആർ വീവേഴ്സ്? വീവേഴ്സ്
ഹു ഈസ് എ വീവർ? എ പേഴ്സൺ ഹൂ മേക്സ് ക്ലോത്ത്സ് ഫ്രം ത്രെഡ്. ത്രെഡിൽ നിന്നും ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന, നൂലിൽ നിന്നും തുണി ഉണ്ടാക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയുന്നത്? വീവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? That is why the special cloth that they weave is called പോച്ചാമ്പള്ളി. അതുകൊണ്ട് തന്നെ പോച്ചാമ്പള്ളി ടൗണിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീവ് ചെയ്യുന്നത്, അവർ നെയ്തെടുക്കുന്ന തുണിക്ക് പറയുന്ന പേരെന്താണ്? പോച്ചാമ്പള്ളി. ദ വില്ലേജസ് ഹാവ് ബീൻ ഡൂയിങ് ദിസ് വർക്ക് ഫോർ ലോങ് ടൈം. വർഷങ്ങളായിട്ട് അവർ ഇത് ജോലി തന്നെയാണ് ചെയ്യുന്നത്. വാണി ആൻഡ് പ്രസാദ് പേരൻസ് ലേൺ വീവിങ് ഫ്രം ദെയർ എൽഡേഴ്സ്. ഉണ്ടോ? ഇവർ സ്കൂളിലൊന്നും പോയി പഠിച്ചതല്ല. വാണിയുടെയും പ്രസാദിൻ്റെയും പാരൻസ് എങ്ങനെയാണ് വീവിങ് പഠിച്ചത്? ഫ്രം ദെയർ എൽഡേഴ്സ് ഓർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നോ എൽഡേഴ്സിൽ നിന്നോ ആണ് അവർ ആ ക്രാഫ്റ്റ് മനസ്സിലാക്കി എടുത്തത്. ഹിയർ വി ക്യാൻ സീ ദ പിക്ചർ ഓഫ് പോച്ചാമ്പള്ളി സിൽക്സ്. ഇത് പോച്ചാമ്പള്ളി സിൽക്കിൻ്റെ പടമാണ്. അതിൻ്റെ ത്രെഡ്സിൻ്റെ പിക്ചേഴ്സാണ് ഇതോടെ. വളരെ ബ്രൈറ്റ് കളേഴ്സുള്ള ത്രെഡും വളരെ ബ്രൈറ്റ് കളേഴ്സ് സാരിയുമാണ് പോച്ചാമ്പള്ളി. And now Vani and Prasad also help their parents after coming back from home. വാണിയും പ്രസാദും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യും. ദിസ് വീവിങ് റിക്വയർസ് ഹാർഡ് വർക്ക്. വളരെ കഠിനാധ്വാനം ആവശ്യമാണ് ഈ വീവിങ്ങിന്. ആൻഡ് മെനി ഡിഫറെൻറ്റ് തിങ്സ് ഹാവ് ടു ബി ഡൺ ബിഫോർ ആക്ച്വലി വീവിങ്. ഇങ്ങനെ നെയ്തെടുക്കുന്നത്, തുണിയാകുന്നതിന് മുമ്പ്, ത്രെഡിൽ നിന്നും തുണിയാകുന്നതിന് മുമ്പ്, അല്ലെ ത്രെഡ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ക്ലോത്ത് ആവുന്നു, അതിന് ഒത്തിരി പ്രോസസ്സ് ഉണ്ട്, ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രം ദ ത്രെഡ് ടു ക്ലോത്ത്. എങ്ങനെയാണ് ഈ ത്രെഡിൽ നിന്നും ക്ലോത്തിലേക്ക്, നൂലിൽ നിന്നും തുണിയിലേക്ക് എത്തുന്നതെന്ന്. ഫാദർ ബ്രിങ്സ് ബണ്ടിൽസ് ഓഫ് ത്രെഡ് ഫ്രം പോച്ചാമ്പള്ളി ടൗൺ. മൈ ഫാദർ ബ്രിങ്സ് ബണ്ടിൽസ് ഓഫ് ത്രെഡ് ഫ്രം പോച്ചാമ്പള്ളി ടൗൺ. പോച്ചാമ്പള്ളി ടൗണിൽ നിന്ന് ഫാദർ എന്താ ചെയ്യുന്നത്? ബണ്ടിൽസ് ഓഫ്, കെട്ടുകണക്കിന് ത്രെഡ്, നൂല് വാങ്ങിച്ചുകൊണ്ട് വരും. മദർ ദെൻ പുട്ട് ദീസ് ത്രെഡ്സ് ഇൻ ബോയിലിംഗ് വാട്ടർ ടു വാഷ് അവേ ദ ഡർട്ട് ആൻഡ് സ്റ്റെയിൻസ്. Then what mother do? She put these threads into boiling water. For what? To wash away the dirt and stains. കറിയും ചെളിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബോയിലിംഗ് വാട്ടറിലാണിത് വൃത്തിയാക്കി എടുക്കുന്നത്. Then everybody works to dye the thread with bright colors. Then everybody, all the members in the family works together to dye the thread with bright colors. Just look at the spelling of dye. D-Y-E. ഈ ഡയയുടെ അർത്ഥം നിറം കൊടുക്കുക എന്നാണ്. മനസ്സിലായോ? ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ത്രെഡിന് നിറം കൊടുക്കുന്നത്. അതായത് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന ത്രെഡിന് പല നിറങ്ങൾ കൊടുക്കണം. ഒരു നിറം മതിയോ? അല്ല, പല നിറങ്ങൾ കൊടുക്കണം. അതിന് എല്ലാവരും കൂടാണ് നിറം കൊടുക്കുന്നത്. ദീസ് ത്രെഡ്സ് ആർ ദെൻ ഡ്രൈഡ് ആൻഡ് റോൾഡ് ഇൻ ടു ബണ്ടിൽസ്. ദെൻ എന്താ ചെയ്യുന്നത്? ഡൈ മീൻസ് ഗിവ് കളർ. അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്യുക മീൻസ് ഉണക്കിയെടുക്കുന്നു. ആൻഡ് റോൾഡ് ഇൻ ടു ബണ്ടിൽസ്. എന്നിട്ട് ചുറ്റി വലിയ വലിയ ബണ്ടിൽസ് ആക്കുന്നു. ദീസ് ബണ്ടിൽസ് ആർ പുട്ട് ഓൺ ടു ലൂംസ് ആൻഡ് ദ ക്ലോത്ത് ഈസ് വോവൺ. ലൂം എന്ന് വെച്ചാൽ നെയ്ത്ത് യന്ത്രം, നെയ്തെടുക്കുന്ന യന്ത്രങ്ങളുണ്ട്. അത് കൈകൊണ്ട് ചെയ്യുന്നതുണ്ട്, പവർ ലൂംസ് ഉണ്ട്, ഹാൻഡ് ലൂംസ് ഉണ്ട്, പവർ ലൂംസ് ഉണ്ട്. പവർ ലൂംസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഉപയോഗിച്ച് മെഷീൻ കൊണ്ടുണ്ടാക്കുന്നത്. ഹാൻഡ് ലൂം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് നെയ്തെടുക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് ലൂംസ് ആണുള്ളത്, യന്ത്രങ്ങളാണുള്ളത്. മനസ്സിലായി പറഞ്ഞേ? അതായത് ക്ലോത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലൂം 2 ടൈപ്പ് ഉണ്ട്. ഹാൻഡ് ലൂമും പവർ ലൂമും. ഹാൻഡ് ലൂം എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യരിങ്ങനെ കൈ കൊണ്ടത് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്. പവർ ലൂം എന്ന് പറഞ്ഞാൽ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. സിൽക്ക് ക്ലോത്ത് ആൻഡ് സിൽക്ക് സാരീസ് ആർ വോൺ ഫ്രം ദ സിൽക്ക് ത്രെഡ്. സിൽക്ക് സാരി എങ്ങനെ ഉണ്ടാക്കുന്നത്? ഫ്രം ദ സിൽക്ക് ത്രെഡ്.
And cotton thread is used to weave on cotton sarees or cloths or sheets. Cotton thread is used for making cotton sarees and cloths. So what is dyeing? The important point, dyeing, just note the spelling, D-Y-E-I-N-G, D-Y-E-I-N-G, dyeing. What is dyeing? The coloring of fabric using natural colors or chemicals is called dyeing. Dyeing എന്ന് പറഞ്ഞാൽ തുണിക്ക് നാച്ചുറൽ കളേഴ്സ്, അതായത് സ്വാഭാവികമായിട്ട് കളർ കൊടുക്കുക, അല്ലെങ്കിൽ കെമിക്കൽസ് ചേർത്ത്, എന്തെങ്കിലും കെമിക്കൽസൊക്കെ ചേർത്ത് കളർ കൊടുക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈയിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഡൈയിങ് കണ്ടോ, പല തരത്തിലും പല നിറത്തിലുമുള്ള കളറുകൾ കൊടുത്ത് അവർ ഡ്രൈ ചെയ്യാനിട്ടേക്കുവാണ്, ഉണങ്ങിയെടുക്കണ്ടേ അതിനെ. ഇനി വീവിങ് ഓഫ് പോച്ചമ്പള്ളി സാരീസ് 2 ടൈപ്പാണുള്ളത്. പറഞ്ഞു വീവിങ് ഈസ് ഡൺ ഓൺ ലൂംസിലാണ് നെയ്ത്ത് യന്ത്രങ്ങളുണ്ട്. There are 2 types of looms, hand loom and power loom. 2 ടൈപ്പ് ലൂംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹാൻഡ് ലൂം ആൻഡ് പവർ ലൂം. ഹാൻഡ് ലൂമിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ലൂം പിക്ചർ. കണ്ടില്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഡ്രസ്സ് മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പവർ ലൂം. ഇവിടെ കണ്ടോ, ഇത് പവർ ലൂമാണ്, മെഷീൻസാണ്. ഇതാണ് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ. There are different type of fibers. നമ്മൾ പറഞ്ഞല്ലോ, സിൽക്ക് ത്രെഡ്, കോട്ടൺ ത്രെഡ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ പല ഫൈബേഴ്സും ഉണ്ട്. There are mainly two type of fibers. One is natural fiber, next is artificial fiber or man-made fibers. There are 2 type of fibers. 2 തരത്തിലുള്ള ഫൈബേഴ്സ് ആണുള്ളത്. നാരുകളല്ല, അതായത് നൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ചാണ് പറയുന്നത്. നാരുകളിൽ നിന്നാണ് നമ്മൾ നൂലുണ്ടാക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്. അതിൽ നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്, മാൻ മെയ്ഡ് ഓർ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറലി കിട്ടുന്ന ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഫോർ എക്സാമ്പിൾ കോട്ടൺ, വൂൾ, ജൂട്ട്, ലിനൻ, സിൽക്സ്. ഇതൊക്കെ സാധാരണ നേച്ചറിൽ നിന്ന് കിട്ടുന്ന, ആനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ. ആൻഡ് മാൻ മെയ്ഡ് ഫൈബേഴ്സ് ദോസ് വിച്ച് ആർ മെയ്ഡ് ഫ്രം ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക്, അതായത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന, അതായത് നമ്മളുണ്ടാക്കുന്നത്, മനുഷ്യരുണ്ടാക്കുന്നത്. അതിനകത്ത് പ്ലാന്റ്സോ ആനിമൽസിൻ്റെ ഒന്നും പ്രോഡക്റ്റ് അല്ല നമ്മളുണ്ടാക്കുന്നത്. അത് മെറ്റീരിയൽസ് നൈലോൺ, റയോൺ, പോളിസ്റ്റർ, ടെർലിൻ, ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒന്നും പേര് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ജസ്റ്റ് 2 ടൈപ്പ് ഫൈബേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. നാച്ചുറൽ ഫൈബേഴ്സും മാൻ മെയ്ഡ് ഫൈബേഴ്സും. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ് ആൻഡ് plants, and artificial fibers or man-made fibers means the fibers artificially make or man-made. Okay. Cotton is obtained from cotton plant. Cotton നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്. Jute is obtained from jute plant. Jute പ്ലാന്റിൽ നിന്ന്. Linen is obtained from flax plant. Linen എന്ന് പറയുന്ന തുണി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്ലാക്സ് പ്ലാന്റ്. wool is obtained from sheep. silk is obtained from silkworm. And here we can see the picture of cotton plant and jute plant and flax plant. ഈ പ്ലാന്റുകളിൽ നിന്നാണ് നമുക്ക് പലതരത്തിലുള്ള ഫൈബേഴ്സ് കിട്ടുന്നത്. പിന്നെന്താ ഉള്ളത്? പിന്നുള്ളത് സിൽക്ക് വേം. പട്ടുനൂൽപ്പുഴുവിൽ നിന്നും പട്ട് കിട്ടുന്നു, ഷീപ്പിൽ നിന്നും പൂളം കിട്ടുന്നു. ദീസ് ആർ നാച്ചുറൽ ഫൈബേഴ്സ്. നെക്സ്റ്റ്, ദ ലൂം ഹാസ് മെനി നീഡിൽസ്. ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ദ നീഡിൽസ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ഡിസൈൻ. ലൂമിൽ ധാരാളം നീഡിൽ എന്താണ്? സൂചി. ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ദ നീഡിൽസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് നൂലും ഡിസൈൻ അനുസരിച്ച് സൂചിയുടെ നമ്പരും സൈസും ഒക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ഇടുന്നത്. ദ വീവേഴ്സ് വീവ് ദ ബ്യൂട്ടിഫുൾ പോച്ചമ്പള്ളി സാരീസ് ഇൻ ബ്രൈറ്റ് കളേഴ്സ്. ദേ ആർ യൂസിങ് ബ്രൈറ്റ് ത്രെഡ്സ്. അവരെന്താ ചെയ്യുന്നത്? പോച്ചമ്പള്ളി സാരീസ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കളർഫുള്ളായിട്ടുള്ള ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ത്രൂ ദെയർ ട്രഡീഷണൽ ക്രാഫ്റ്റ് ദേ ഹാവ് മെയ്ഡ് ദെയർ റീജിയൻ വേൾഡ് ഫേമസ്. അങ്ങനെ
അവരുടെ നാട് വേൾഡ് ഫേമസ് ആയി. എങ്ങനെ? ഫ്രം ദ ട്രഡീഷണൽ ക്രാഫ്റ്റ് മീൻസ് പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിയ ക്രാഫ്റ്റുകൾക്കാണ് ട്രഡീഷണൽ ക്രാഫ്റ്റ്. അതായത് നമ്മുടെ പാരൻസ് അത് ചെയ്യുന്നു, ഗ്രാൻഡ് പാരൻസ് ഇത് ചെയ്യുന്നു, ഫ്യൂച്ചറിലുള്ള ആൾക്കാരും അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് ഗ്രാൻഡ് ഇങ്ങനെ പാരൻസിൽ നിന്ന് നല്ല മുതിർന്നവരിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ക്രാഫ്റ്റുകൾക്കാണ് ട്രഡീഷണൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. എ ക്രാഫ്റ്റ് ഇൻ ഡേഞ്ചർ. ഗ്രേറ്റ് സ്കിൽ ഈസ് നീഡഡ് ടു വീവ് സച്ച് സ്പെഷ്യൽ സാരീസ്. ഈ സ്പെഷ്യൽ സാരീസൊക്കെ ഉണ്ടാക്കാൻ നല്ല സ്കിൽ വേണം, നല്ല കഴിവ് വേണം. ഇറ്റ് ഓൾസോ ടേക്സ് മെനി ഡേയ്സ് ഓഫ് ഹാർഡ് ലേബർ. ഹാർഡ് വർക്ക്, ലേബർ മീൻസ് വർക്ക്, ഹാർഡ് ലേബർ, നല്ലതായിട്ട് ജോലി ചെയ്യണം. ആഫ്റ്റർ ഓൾ ദീസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഗുഡ് പ്രൈസ് ഫോർ ദീസ് സാരീസ്. പക്ഷേ നല്ല പൈസ ഒന്നും കിട്ടുന്നില്ല. എന്താ കാര്യം? സിൽക്ക് ഈസ് ബിക്കം എക്സ്പെൻസീവ് ഡേ ബൈ ഡേ. ദിവസത്തിന് ദിവസം സിൽക്കിൻ്റെ വില കൂടുന്നുണ്ട്. ബിഗ് ഷോപ്പ് കീപ്പേഴ്സ് ഗീവ് വെരി ലിറ്റിൽ മണി ഫോർ ദ സാരീസ്, ദോ ദേ ദംസെൽസ് സെൽ ദം അറ്റ് വെരി ഹൈ പ്രൈസ്. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ വീവേഴ്സിന് അധികം പൈസ കിട്ടുന്നില്ല. എന്താ കാര്യം? ഈ വീവേഴ്സ് വീവ് ചെയ്ത് വലിയ ഷോപ്പ് കീപ്പേഴ്സ് എടുത്തിട്ട് ആ ഷോപ്പ് കീപ്പേഴ്സ് വലിയ ഹൈ പ്രൈസിനാണ് കൊടുക്കുന്നത്. പക്ഷേ വീവേഴ്സിന് വളരെ തുച്ഛമായ പൈസയെ കൊടുക്കൂ. മനസ്സിലായോ? വീവേഴ്സ് വീവ് ചെയ്യുന്നു, അവരാണ് ഉണ്ടാക്കുന്നത്, അവർ വലിയ ഷോപ്പ് കീപ്പേഴ്സിന് കൊടുക്കുന്നു. ആ ഷോപ്പ് കീപ്പേഴ്സ് വലിയ വിലയ്ക്ക് കൊടുക്കും, പക്ഷേ വീവേഴ്സിന് അവർ വളരെ ചെറിയ തുകയെ കൊടുക്കത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ മെനി വീവേഴ്സ് ആർ ഗിവിങ് അപ്പ് ദെയർ ഫാമിലി ക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കിപ്പം ഈ ഫാമിലി ക്രാഫ്റ്റ് ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ല. എന്താണ്? ദേ വിൽ ഗെറ്റ് ഓൺലി ലോ ഇൻകം. ഇത് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് വളരെ ചെറിയ ഇൻകമേ കിട്ടുന്നുള്ളൂ. മെനി ആർ ലീവിങ് ദെയർ വില്ലേജ് ടു വർക്ക് ആസ് ലേബേഴ്സ് ഇൻ ബിഗ് സിറ്റി. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം? ഇതെല്ലാം വിട്ടിട്ട് അവർ വലിയ സിറ്റിയിൽ പോയി ജോലി ചെയ്യുന്നു. അവർക്ക് പണം വേണം. വി നീഡ് ടു സോൾവ് ദിസ് പ്രോബ്ലം ബൈ ഹെൽപ്പിംഗ് ദം ഗെറ്റ് എ ബെറ്റർ പ്രൈസ്. കുറച്ചുകൂടെ നല്ല പൈസ കിട്ടുമായിരുന്നെങ്കിൽ ഈ പോച്ചാമ്പള്ളി ആട്ട വിട്ടിട്ട് അവരെങ്ങും പോകത്തില്ല. അതർവൈസ് ദിസ് പ്രഷ്യസ് ക്രാഫ്റ്റ് വിൽ ബി ലോസ് ഫോർ എവർ. പ്രഷ്യസ് മീൻസ് വെരി വാല്യുബിൾ. നല്ല വാല്യുബിളായിട്ടുള്ള ഈ ക്രാഫ്റ്റ് എന്താണ്? നഷ്ടപ്പെട്ടു പോകും. എന്താ കാര്യം? എല്ലാ ആൾക്കാരും ഈ ഫാമിലി ക്രാഫ്റ്റ് വിട്ടിട്ട് വേറെ വേറെ ജോലി അന്വേഷിച്ച് പോകും. എന്താണ് അങ്ങനെ പോകാൻ കാര്യം? ബിക്കോസ് ദേ നീഡ് ഗുഡ് ഇൻകം. നെക്സ്റ്റ് ഡിസ്കസ്. വാണി ആൻഡ് പ്രസാദ് ലേൺ ദിസ് ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ഫ്രം ദെയർ ഫാമിലി മെമ്പേഴ്സ്. വാണിയും പ്രസാദും ഇത് പഠിച്ചത് ഫാമിലി മെമ്പേഴ്സ് എന്ന്. വെൻ ദേ ഗ്രോ അപ്പ്, ഡു യു തിങ്ക് ദേ വിൽ ഏബിൾ ടു ടീച്ച് ദെയർ ചിൽഡ്രൻ ദ സ്കിൽ ഓഫ് ദിസ് ക്രാഫ്റ്റ്? ഇതിൽ അവർ വളർന്നു കഴിയുമ്പോൾ അവരുടെ മക്കളെയും ഇത് പഠിപ്പിക്കുമോ? മേ ബി അല്ലേ, പഠിപ്പിക്കുമായിരിക്കും. അവരുടെ ഫാമിലി ക്രാഫ്റ്റ് അല്ലേ, അപ്പോൾ അത് പഠിപ്പിക്കുമായിരിക്കും. Write in note, there are some questions. Have you ever seen anybody weave something on loom? ലൂമിൽ നെയ്ത്ത് യന്ത്രത്തിൽ വീവ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വാട്ട് വെയർ ദേ വീവിങ് ആൻഡ് വെയർ? അവരെന്താണ് വീവ് ചെയ്യുന്നത്? ഇവിടെയാണ്. The threads of the saree are dyed. Do you know of any other things that is dyed? സാരിയുടെ ത്രെഡെല്ലാം അവർ ഡൈ ചെയ്യുന്നു, കളറിൽ മുക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റെന്തിനെങ്കിലും തീർച്ചയായിട്ടും അല്ലേ. ബാക്കി എന്ത് ക്ലോത്ത്സ് ഉണ്ടാക്കണേലും ഷോൾ ഉണ്ടാക്കണേലും ഷീറ്റ് ഉണ്ടാക്കണേലും എന്താണേലും കളർ കൊടുത്തല്ലേ പറ്റൂ. ഡൈ എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നാണ്. ഇഫ് യു വിസിറ്റ് വാണീസ് വില്ലേജ് ഇറ്റ് സീംസ് അസ് ഇഫ് ദ എൻ്റയർ വില്ലേജ് ഈസ് വീവിങ് സാരീസ്. നമ്മൾ വാണിയുടെ വില്ലേജ് എന്ന ആ വില്ലേജ് മൊത്തം വീവ് ചെയ്യുന്നതാണ്. നെയ്ത്ത് ഗ്രാമം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ വീവേഴ്സ് താമസിക്കുന്ന ഇങ്ങനെ ഫാമിലി ക്രാഫ്റ്റായിട്ട് വീവിങ് നടത്തുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വീവേഴ്സ് ആയിരിക്കും. സോ ആ വില്ലേജിന് നമ്മൾ നെയ്ത്ത് ഗ്രാമം എന്നാണ് പറയുന്നത്. ഡു യു നോ ഓഫ് എനി അതർ വർക്ക് വിച്ച് മേ പീപ്പിൾ ലിവിങ് ഇൻ ദ പ്ലേസ് ഡു? അതുപോലെ ആ താമസിക്കുന്ന ആൾക്കാർ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന ആണെങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡു ദേ മേക്ക് സം ആർട്ടിക്കിൾസ്? മറ്റെന്തെങ്കിലും ആർട്ടിക്കിൾസ് അവർ
ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അവിടെ എഴുതാം. നെക്സ്റ്റ് ഈസ് ഫൈൻഡ് ഔട്ട് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ആർട്ടിക്കിൾസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്? ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാം. ഡു മെൻ ആൻഡ് വുമൺ ഡു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് ടു മേക്ക് ദിസ് ആർട്ടിക്കിൾ? ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെന്നും വുമണും ഡിഫറെൻറ്റ് വർക്കാണോ ചെയ്യുന്നത്? ഡു ചിൽഡ്രൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ഇൻ മേക്കിംഗ് ദിസ് ആർട്ടിക്കിൾ? കോൺട്രിബ്യൂട്ട് ഹിയർ മീൻസ് ഹെൽപ്പിംഗ്. ഇവിടെ പറയുന്നത് കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ടോക്ക് ടു ആൻ iron-smith, carpenter and a porter and about the nature of their work. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഒരു അയൺ സ്മിത്ത്, ഇരുമ്പ് പണിക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ ആശാരി ഉണ്ടെങ്കിൽ, അതിലൊരു പോട്ടർ മീൻസ് പോട്ട്സ് ഉണ്ടാക്കുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. വേർ ഡിഡ് ദേ ലേൺ ടു ഡു ദെയർ വർക്ക്? എവിടെ നിന്നാണ് ഈ വർക്ക്സ് പഠിച്ചത്? അതായത് അയൺ സ്മിത്ത് അയാൾ എവിടെ നിന്നാണ് പഠിച്ചത്, കാർപ്പൻ്റർ എവിടെ നിന്നാണ് പഠിച്ചത്, പോട്ടർ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വാട്ട് എൽസ് ഡിഡ് ദേ നീഡ് ടു ലേൺ ടു ബി ഏബിൾ ടു ഡു ദിസ് വർക്ക്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്? വാട്ട് എൽസ് ഡിഡ് ദേ നീഡ് ടു ലേൺ ടു ബി ഏബിൾ ടു ഡു ദിസ് വർക്ക്? ഈ ജോലി ചെയ്യാൻ വേണ്ടി അവർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനെക്കുറിച്ച് ചോദിക്കാം. ഹാവ് ദേ ടോട്ട് ദിസ് വർക്ക് ടു എനിബഡി ഇൻ ദ ഫാമിലി ഓർ എനിവൺ എൽസ്? ഈ ജോലി വേറെ ആരെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇത് ചെയ്യാൻ, ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ദ ടേബിൾ ബിലോ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് ദാറ്റ് പീപ്പിൾ ഡു. കുറേ ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചിട്ട് അവർ ഏത് ടൈപ്പ് ജോലിയാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ്. ഡു യു നോ പീപ്പിൾ ഹൂ ഡു സച്ച് വർക്ക്? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഫസ്റ്റ് കോളം. ഇൻ ദ നെക്സ്റ്റ് കോളം റൈറ്റ് ഫ്രം ഹും ഹാവ് ദേ ലേൺ ദെയർ വർക്ക്. നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ കൈൻഡ്സ് ഓഫ് വർക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ പേര് എഴുതണം. അതായത് ഈ ജോലി ചെയ്യുന്ന ആരുടെയും പേര് അറിയാൻ എഴുതാം. അത് എവിടെ നിന്നാണ് അവർക്ക് ഇത് പഠിക്കാൻ പറ്റിയത്? ഹിയർ ഈസ് ദ കോളം. ഇവിടെ നോക്കിയ കൈൻഡ്സ് ഓഫ് വർക്ക്. ക്ലോത്ത് വീവിങ്, പ്രസാദ് ആൻഡ് വാനീസ് പേരൻസ് ഫ്രം ദെയർ എൽഡേഴ്സ്. അതുപോലെ കുക്കിംഗ് നമ്മുടെ മദർ ചെയ്യും അല്ലേ? നെയിം ഓഫ് ദ പീപ്പിൾ ഹൂ നോ എന്ന് പറഞ്ഞാൽ മദർ അല്ല, നിങ്ങൾക്ക് അവിടെ എഴുതാം മദർ. അമ്മ കുക്കിംഗ് ചെയ്യുമല്ലോ. അമ്മ അത് എവിടെ നിന്നായിരിക്കും പഠിച്ചത്? യെസ്, ഫ്രം ഗ്രാൻഡ് മദർ അല്ലേ? ഗ്രാൻഡ് മദറിൽ നിന്നായിരിക്കും അത് പഠിച്ചത്. ദെൻ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാം അദ്ദേഹം എവിടെ നിന്നാണ് ഇത് പഠിച്ചത്, അതും എഴുതാം. ഫ്ലൈയിങ് എയറോപ്ലെയിൻ പൈലറ്റിന് ആരെങ്കിലും അറിയാമെങ്കിൽ അവിടെ എഴുതാം അതെവിടെ നിന്നാണ് പഠിച്ചത്. സൂയിങ് ആൻഡ് എംബ്രോയ്ഡറി, തയ്യൽ എംബ്രോയ്ഡറി ഒക്കെ അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെവിടെ നിന്നാണ് പഠിച്ചത്. സിംഗിങ്, പാട്ട് പാടുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവരുടെ പേരെഴുതുക, അത് എവിടെ നിന്നാണ് പഠിച്ചത്. മേക്കിംഗ് ഷോ ഉണ്ടാക്കുന്ന ആരുടെയും പേരറിയാമേ അവിടെ എഴുതാം അത് എവിടെ നിന്നാണ് പഠിച്ചത്. ഫ്ലൈയിങ് കൈറ്റ്സ് പറപ്പിക്കാൻ അറിയാവുന്ന ആരെങ്കിലും അറിയെങ്കിൽ അവരുടെ പേരെഴുതുക, അവരെവിടെ നിന്നാണ് പഠിച്ചത്. ഫാമിംഗ്, കൃഷി ചെയ്യുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവരുടെ പേരെഴുതുക, അതുവരെ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്. കട്ടിങ് ഹെയർ കട്ട് ചെയ്യുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ എഴുതുക, അത് എവിടെ നിന്നാണ് അദ്ദേഹം അത് പഠിച്ചതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പോപ്പുലർ സിക്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ലെസൺ എക്സ്പ്ലനേഷൻ തീർന്നു. ഇനി സം മോർ പോയിൻറ്റ്സ്. നമ്മളിപ്പോൾ പഠിച്ചത് പോച്ചാമ്പള്ളി സാരീസിനെ കുറിച്ചാണ്. അതർ ദാൻ പോച്ചാമ്പള്ളി there are some popular silks of India. ഫസ്റ്റ് വൺ കാഞ്ചീവരം ഫ്രം തമിഴ്നാടുവിൻ്റെ കാഞ്ചീവരം സിൽക്സ്.
മൈസൂർ സിൽക്സ് ഫ്രം കർണാടക, കർണാടകയിൽ നിന്നുള്ള മൈസൂർ സിൽക്സ്. ബനാറസി ഫ്രം ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള ബനാറസി സാരി. പോച്ചാമ്പള്ളി ഫ്രം തെലങ്കാന. ഇതൊക്കെയാണ് കാഞ്ചീവരം ഫ്രം ദ തമിഴ്നാടു, മൈസൂർ സിൽക്ക് ഫ്രം കർണാടക, ബനാറസി ഫ്രം ഉത്തർപ്രദേശ്, പോച്ചാമ്പള്ളി ഫ്രം തെലങ്കാന. There are some traditional art and craft of India. മധുബനി പെയിൻറ്റിങ്, മധുബനി പെയിൻറ്റിങ്, വോളി പെയിൻറ്റിങ്, പോട്ടറി, കാർപ്പറ്റ് വീവിങ്, വുഡ് ക്രാഫ്റ്റ്, ഇതൊക്കെ നമ്മുടെ പല ടൈപ്പ് ക്രാഫ്റ്റുകളാണ്. പല ടൈപ്പ് മധുബനി പെയിൻറ്റിങ്, വോളി പെയിൻറ്റിങ് വളരെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ്. പോട്ടറി, പോട്ടറി ഈ കലമുണ്ടാക്കുന്നില്ലേ, കലമുണ്ടാക്കുന്ന അതൊരു ക്രാഫ്റ്റാണ്. കാർപ്പറ്റ് വീവിങ്, നമ്മൾ തറയിലൊക്കെ ഇടുന്ന കാർപ്പറ്റ്, അത് വീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ വുഡ് ക്രാഫ്റ്റ്, അതായത് വുഡ് ക്രേവ് ചെയ്തിട്ട് തടിയൊക്കെ ക്രേവ് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ കണ്ടിട്ടില്ലേ പ്രതിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, വുഡ് ക്രാഫ്റ്റ്. ഇതൊക്കെ ട്രഡീഷണൽ ആർട്സാണ്. അതായത് ഇവരൊക്കെ കൂടുതലും പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന കണ്ടും കേട്ടും പഠിക്കുന്നതാണ്. Okay, here we have the picture of Madhubani painting. This is Madhubani painting, and this is a picture of carpet weaving. This is Wali painting and pottery, and this is wood craft. ഇത് ഈ മധുബനി എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലുള്ളതാണ്. ബീഹാറിലെ മധുബനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് അതിന് മധുബനി പെയിൻറ്റിങ് എന്ന് പേര് പറയുന്നത്. അതുപോലെ ഈ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത് നാച്ചുറൽ കളേഴ്സ് കൊണ്ടാണ്. അതായത് യെല്ലോയ്ക്ക് ടർമറിക്കാണ് ഉപയോഗിക്കുന്നത്. നീല കളർ കിട്ടാൻ വേണ്ടി നമ്മൾ നീലമില്ലേ, ആ നീലമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ച ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇലകളുടെയൊക്കെ പല ടൈപ്പ് ഇലകളുടെ കളർ എടുക്കുന്നത്. സോ നാച്ചുറൽ കളേഴ്സ് വെച്ചാണ് ഈ പെയിൻറ്റിങ്സ് ഒക്കെ അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ചില ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹാൻഡിക്രാഫ്റ്റായിട്ട് ചെയ്യുന്നത് അത് പാഷ്മിന ഷോൾസ്, ചമ്പ റുമാൽ ആൻഡ് ഖാദി, ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റായിട്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നതാണ്. ചമ്പ റുമാൽ ഹിമാചൽ പ്രദേശിനാണ്. പാഷ്മ ഷോൾസ് ചെയ്യുന്നത് കാശ്മീരീസാണ്. പിന്നെ അതുപോലെ അസമിൻ്റെ സിൽക്സ് ഉണ്ട്, അസം സിൽക്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇന്ത്യയിൽ ഉണ്ട്. നെക്സ്റ്റ് വി ക്യാൻ റീകോൾ വാട്ട് വി സ്റ്റഡി ടുഡേ. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത് എന്ന് നോക്കാം. We study about the step involved in weaving from thread to saree. ത്രെഡിൽ നിന്ന് സാരിയിലേക്ക് എങ്ങനെയാണ് വീവേഴ്സ് എത്തുന്നത്, അല്ലെ വീവേഴ്സ് സാരി ഉണ്ടാക്കാൻ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ബൈങ് ദ സിൽക്ക് ത്രെഡ് ബണ്ടിൽസ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സിൽക്ക് ത്രെഡ് വാങ്ങിക്കുന്നു. വാഷിംഗ് ദ സിൽക്ക് ത്രെഡ് ഇൻ വാം വാട്ടർ ഇൻ റിമൂവ് ഡേർട്ട് ആൻഡ് സ്റ്റെയിൻസ്. പിന്നെ ചെയ്യുന്നതോ ചൂട് വെള്ളത്തിൽ ഇത് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളയുന്നു. ഡൈയിങ് ദ ത്രെഡ് വിത്ത് ബ്രൈറ്റ് കളേഴ്സ്. നല്ല കളറ് കൊണ്ടത് ഡൈ ചെയ്യുന്നു, അതായത് കളർ ചെയ്യുന്നു. ഡ്രൈയിങ് ദ ത്രെഡ് ഇൻ ദ സൺസ്. സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. സോ ദിസ് ഈസ് ഡൈയിങ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രൈയിങ്, ഉണക്കുന്നു. ആൻഡ് റോളിംഗ് ദ ത്രെഡ് ഇൻ ടു ബണ്ടിൽസ്. ദെൻ ആഫ്റ്റർ ഡ്രൈയിങ് ദ ത്രെഡ് they roll the thread into bundles and putting the thread on the loom. പിന്നെ എന്താ ചെയ്യുന്നത്, ഈ ത്രെഡ് കൊണ്ടുവന്ന് നെയ്ത്തുശാലയിൽ കൊടുക്കുന്നു. വീവിങ് ദ സാരി, എന്നിട്ട് അവർ വീവ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അവർ ചാപ്റ്റർ. റീഡ് ദ ലെസൺ, write the notes. Thank you and have a nice day.